വെൽക്കം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ടി വി എസ് റോണിൻ മിഡ് വേരിയൻ്റ് ബൈക്കിനെ കുറിച്ചാണ്. ഞാൻ ഈ വാഹനം വാങ്ങിച്ചിട്ട് ഏകദേശം 15 മാസത്തിന് മുകളിലായി. 20,000 കിലോമീറ്റർക്ക് മുകളിൽ ഞാൻ ഈ വണ്ടി ഓടിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സസ്പെൻഷൻ ഫ്രണ്ടും ബാക്കും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആണ്. അതായത് ഈ പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള സസ്പെൻഷനാണ്. ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനിങ്ങും കാര്യങ്ങളും എല്ലാം ബെറ്ററാണ്. കാരണം ഞാൻ സ്ഥിരമായിട്ട് ഈ വണ്ടി 40 കിലോമീറ്റർക്ക് മേളിൽ, ചില സമയത്ത് 80 അല്ലെങ്കിൽ 100, 120 കിലോമീറ്ററൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ലോങ് ഡിസ്റ്റൻസൊക്കെ ഓടിക്കുന്ന സമയത്ത് പോലും എനിക്കൊരു ഡിസ്കംഫേർട്ട് എൻ്റെ സ്പൈനിനോ ബാക്കിനോ ഷോൾഡറിനോ ഒന്നും എനിക്ക് അധികം ഫീൽ ചെയ്തിട്ടില്ല. റൈഡിങ് എക്സ്പീരിയൻസ് ഇത്രയും കാലയളവിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇതിനു മുമ്പ് ഞാൻ ഫ്രണ്ട്സിൻ്റെയൊക്കെ പൾസറും അങ്ങനത്തുള്ള ബൈക്കുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ റൈഡിങ് ക്വാളിറ്റിയും ഹാൻഡിലിങ്ങും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഹണ്ടറും ഈ ഒരു ബൈക്കുമായിരുന്നു എൻ്റെ ചോയ്സ് ഉണ്ടായിരുന്നത്. രണ്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം എനിക്ക് ഹാൻഡിലിങ്ങിലും സസ്പെൻഷനിലും അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിലും എനിക്ക് ഏറ്റവും ബെറ്ററും സ്മൂത്തുമായിട്ട് ഫീൽ ചെയ്തത് ടി വി എസ് റോണിനാണ്. അങ്ങനെയാണ് ഞാൻ ടി വി എസ് റോണിന് എടുത്തത്. അങ്ങനെ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്തായിരുന്നു. അവൻ പക്ഷേ ഹണ്ടർ തന്നെ വാങ്ങിക്കുള്ളൂ എന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ തന്നെ പോയി ഇതുപോലെ ഹണ്ടർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അവന് വണ്ടി ഇഷ്ടപ്പെട്ടു, അവൻ എടുക്കാനിരുന്നതാണ്. പിന്നെ അവൻ എൻ്റെ ബൈക്ക് ഓടിച്ചു നോക്കിയത്. അപ്പോൾ അവന് കുറച്ചും കൂടെ ഹാൻഡിലിങ്ങിലും സസ്പെൻഷനിലും, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെ ചെറിയ ബമ്പി റോഡുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ അവൻ വണ്ടി ഓടിച്ചിട്ട് അവന് റോണിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അവനും ബേസ് വേരിയൻ്റ് ഒരു റോണിൻ ബ്ലാക്ക് അവനെടുത്തു. അപ്പോൾ എൻ്റെ ഞാൻ ഓടിച്ചിട്ടുള്ള ഇന്നേവരെ ബൈക്കുകൾ ഓടിച്ചിട്ടുള്ളത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഹാൻഡിലിങ്ങിനും ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനും റോഡിൽ കൂടെ ബൈക്കിൻ്റെ മൂവ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു സസ്പെൻഷൻ, അതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബൈക്കിലാണ്. പക്ഷേ ഈ ബൈക്കിനെക്കാട്ടിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ബൈക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എനിക്ക് ഹിമാലയൻ ആണ്. റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ബൈക്കാണ്. ഇപ്പോൾ ഞാൻ പുതിയൊരു ബൈക്ക് മേടിക്കുവാണെങ്കിൽ എന്തായാലും റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ബൈക്ക് എടുക്കാനായിരിക്കും ഞാൻ കൂടുതൽ താല്പര്യപ്പെടുക ഇനി ഫ്യൂച്ചറിൽ. അപ്പോൾ കമ്പയർഡ് ടു ഹണ്ടർ ഇറ്റ് ഈസ് ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ പിക്കപ്പിൻ്റെ കാര്യങ്ങളാണെങ്കിലും ടോർക്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് വലിയ വ്യത്യാസം ഫീൽ ചെയ്യത്തില്ല ബിക്കോസ് ഓഫ് ദ സ്പ്രോക്കറ്റ്. അതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ടീത്തും കാര്യങ്ങളുമൊക്കെ നമ്പർ ഓഫ് ടീത്ത്സ് ഒക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഗിയറിലും നമുക്ക് ലാഗ് ഫീൽ ചെയ്യത്തില്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഏത് ഗിയറിലാണെങ്കിലും ഇൻസ്റ്റൻറ്റ് ടോർക്കാണ്. നല്ല ബെറ്റർ പവർ നമുക്ക് ഫീൽ ചെയ്യും. രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 5ാമത്തെ ഗിയറിൽ ഒരു ഫ്ലാറ്റ് റോഡാണ് നമ്മൾ ഓടിച്ച് പോകുന്നതെങ്കിൽ 5th ഗിയറിൽ 30 kmph സ്പീഡിൽ വരെ ലോ ആയിട്ട് ഓടിക്കാം. ചില സമയത്തൊക്കെ ചില ഫ്ലാറ്റ് റോഡുകളിലൊക്കെ എനിക്ക് 27 വരെ ഞാൻ പോയിട്ടുണ്ട് 5th ഗിയറിൽ. 4th ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. 27 കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ RPM കൂട്ടി, സ്പീഡ് കൂട്ടി, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം കയറ്റം കയറുന്ന ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു കയറ്റം ആണെങ്കിലൊക്കെ 5th ഒരു 35-37 വരെയൊക്കെ പോകും. പിന്നെ അതിന് താഴോട്ടൊക്കെ RPM എന്തായാലും കുറയും. അപ്പോൾ നമുക്ക് 4th ഇട്ടിട്ട് 24 kmph നമുക്ക് 4th ഗിയറിലും വണ്ടി സ്മൂത്തായിട്ട് കയറ്റം കയറിപ്പോവും. അത്രയ്ക്കൊരു ബെറ്ററാണ്. നമുക്ക് എപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. അത്രയ്ക്ക് ബെറ്റർ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചില ഇറിറ്റേഷൻസ് ഫീൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-200 ചിലപ്പോൾ 150 കിലോമീറ്ററിനൊക്കെ ശേഷം ചെയിനിൽ നിന്ന് ഒരു നോയ്സ് വരും. അപ്പോൾ സാധാരണ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ ക്ലീൻ ചെയ്യുമ്പം 2 സ്പ്രോക്കറ്റിൻ്റെ ഫ്രണ്ടും ബാക്കും സ്പ്രോക്കറ്റിൻ്റെ സൈഡിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യും. അങ്ങനത്തെ കേസുകളിൽ മാത്രമാണ് എനിക്ക് ചെയിൻ നോയ്സ് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ളത്. അത് പ്രോപ്പറായിട്ട് ചെയിൻ ടൈറ്റനിങ്ങും അതുപോലെ തന്നെ ക്ലീനിങ്ങും ലൂബിങ്ങും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചെയിനിൻ്റെ സൗണ്ട് അത്യാവശ്യം കുറയും. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈഡർ എക്സ്പീരിയൻസിൽ മോശമായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിന് ശേഷമുള്ള റൈഡർ എക്സ്പീരിയൻസ്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് മേടിച്ച് 700-750 കിലോമീറ്ററിന് ശേഷം ഫസ്റ്റ് സർവീസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബൈക്കിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് ശേഷം ഫസ്റ്റ് സർവീസിന് ശേഷം 5th ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ക്രാക്കിംഗ് സൗണ്ടും ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാനൊരു സ്മൂത്ത് അല്ലായിക ഒരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ
സർവീസ് സെൻറ്ററിൽ കൊടുത്തു. ഭാഗ്യത്തിന് അന്ന് അവിടെ തിരക്കുണ്ടായിരുന്നില്ല. എനിക്കൊരു പ്രോപ്പർ മെക്കാനിക്കുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റി. പുള്ളി ആ ഇഷ്യൂ സോൾവ് ചെയ്ത് തന്നു നല്ല രീതിയിൽ. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ആ ഒരു സർവീസ് സെൻറ്ററിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടുന്ന് സ്ഥലം മാറിപ്പോയപ്പോഴത്തേന് വേറൊരു സർവീസ് സെൻറ്ററിൽ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അവിടെ ആ പുതിയ സർവീസ് സെൻറ്ററിൽ തേർഡ് സർവീസ് അല്ലെങ്കിൽ ഫോർത്ത് സർവീസ് ആയപ്പോഴത്തേന് തേർഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സെയിം ഇഷ്യൂ വന്നു. അതായത് ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്ത് അല്ല. അതായത് സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് മാറുന്ന സമയത്ത് ഒരു ക്രാക്കിംഗ് നോയ്സും പ്രോപ്പറായിട്ട് സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ആവുന്നില്ല. അത് ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്തു. സർവീസിന് ശേഷം ഞാൻ ഓടിച്ചു നോക്കിയിട്ട് ശരിയായില്ല. പിന്നെ അവരെൻ്റെ സ്ഥലത്ത് വന്ന്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോയി. 2 തവണ എടുത്തുകൊണ്ട് പോയി. എന്നിട്ടും അവർ പറയുന്നത്, അപ്പം വേറൊരു സർവീസ് സെൻറ്ററിൽ പോയി ഈ ഒരു ഇഷ്യൂ പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പുതിയ സർവീസ് സെൻറ്ററിൽ കൊടുത്തപ്പോൾ ഉള്ള പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്ഫയറിങ് എന്നൊരു ഇഷ്യൂ ആണ്. എൻജിൻ മിസ്ഫയറിങ്. അത് ഞാൻ ഓടിക്കുന്ന സമയത്ത് ഒരു ഹമ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ട്രാഫിക് സിഗ്നൽ വരുമ്പോഴത്തെ സമയത്ത് അല്ലെങ്കിൽ RPM കുറഞ്ഞു പോകുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ 2000 RPM താഴെയൊക്കെ വണ്ടി നമ്മൾ സ്ലോ ചെയ്യുന്ന സമയത്ത് എന്തായാലും പോകും. ആ ഒരു RPM എത്തുന്ന സമയത്തേക്ക് വണ്ടി ഓഫ് ആവുക, എൻജിൻ ഓഫ് ആവുക. അപ്പം ഗിയറിലാണെങ്കിൽ പോലും ഗിയർ ലോക്കായിട്ട് വണ്ടി നിൽക്കുന്നില്ല. ആ എൻജിൻ ഓഫ് ആവുന്ന സമയത്ത് ഗിയറും സാധനവും എല്ലാം ഡിസെൻഗേജ് ആയിട്ടാണ് വണ്ടി സ്മൂത്തായിട്ട് റോളായിട്ട് നിൽക്കുന്നത്. പക്ഷേ മിസ്ഫയറിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് ഞാൻ പുതിയൊരു സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇഷ്യൂ മാറുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, എല്ലാവരും ചോദിക്കുന്നൊരു ഇന്ത്യക്കാർ വണ്ടി എടുക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നൊരു കാര്യം മൈലേജ് എത്ര കിട്ടും എന്നുള്ളതാണ്. ഞാൻ വണ്ടി ആദ്യമായിട്ട് എടുത്ത സമയത്ത് എനിക്ക് 44-45 അടുപ്പിച്ചാണ് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഫസ്റ്റ് സർവീസിന് ശേഷം അത് പതുക്കെ 45ആയി, 46ആയി. സെക്കൻഡ് സർവീസ് ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് എൻ്റെ മൈലേജ് 47-ന് മുകളിലായിരുന്നു. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സർവീസ് ചെയ്യുന്ന സമയത്ത് സർവീസ് പേഴ്സൺ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് സർവീസ് ആവുന്നിടം വരെ 45-50, അതായത് RPM 4000-ന് മുകളിൽ പോകാൻ പാടില്ല ഒരു ഗിയറിൽ. ഫസ്റ്റ് തൊട്ട് 5th ഗിയർ വരെ 4000 RPM-ന് മുകളിൽ പോകാൻ പാടില്ല. അപ്പം ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5th ഗിയറിലേക്ക് ഓടിക്കുവാണെങ്കിൽ 50-45 ആ ഒരു റേഞ്ച് ഓടിക്കുക. ഞാൻ അതുപോലെയാണ് ഫസ്റ്റ് സർവീസ് വരെ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനിയും വേണമെങ്കിൽ ബൈക്ക് 50-നോ 60-നോ 70-ഓ 80-ഓ 90-ഓ ഒക്കെ ഓടിച്ചുകൊണ്ട് പോകാമെന്നുള്ളത്. പക്ഷേ എനിക്ക് അത് അത്രയ്ക്കൊരു വിശ്വാസക്കുറവായതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേർഡ് സർവീസ് ആകുമ്പോഴത്തേക്ക് ഞാൻ 60-ന് മേളിൽ പോയിട്ടില്ല. ഫോർത്ത് സർവീസ് ആയപ്പോഴത്തേന് എൻജിനെ കുറച്ചും കൂടെ അതിൻ്റെ മൂവ്മെൻറ്റ് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 50, 55, 60-ൽ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് അതിരാവിലെയൊക്കെ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് റോഡിലെങ്ങും ആരും ഉണ്ടാവില്ല. ആ സമയത്ത് ഇടയ്ക്കൊന്ന് ആക്സിലറേറ്റ് RPM കൂട്ടിയതിന് ശേഷം വീണ്ടും കുറച്ച് താഴേക്ക് കൊണ്ടുവരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി അത്യാവശ്യം കിലോമീറ്റർ ഓടിയതിന് ശേഷം വീണ്ടും ഒരു 5-6-7 സെക്കൻഡത്തേക്ക് ഞാൻ RPM കൂട്ടും, വീണ്ടും കുറയ്ക്കും. അങ്ങനെയൊക്കെ കുറച്ച് നാളത്തേക്ക് ഒരു ഫോർത്ത് സർവീസിന് വരെ അങ്ങനെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പില്യൻ വെച്ചിട്ട് സിറ്റി റൈഡ് ചെയ്യുവാണെങ്കിൽ മൈലേജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 46-47. അതേസമയം ഞാൻ സോളോ ആയിട്ടാണ്, എൻ്റെ വെയിറ്റ് വെച്ചിട്ടായിരിക്കും ചിലപ്പം സോളോ ആയിട്ടാണ് ഞാൻ ബൈക്ക് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് 47-ന് മേളിലാണ് മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹൈവേസിൽ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഓടിക്കുന്ന സമയത്ത് വലിയ സിറ്റി ട്രാഫിക്കിലും കൂടെ ചേർത്തിട്ടാണ് പറയുന്നതെങ്കിൽ 1-2 സിറ്റി ട്രാഫിക്കും കൂടെ വരുന്ന സമയമാണെങ്കിൽ കൂടി എനിക്ക് 49-50 മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞൊരു മിസ്ഫയറിങ്ങിൻ്റെ ഇഷ്യൂ വന്നതിന് ശേഷം മൈലേജ് കൂടി. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 50, 51, 52 ചിലപ്പം ഫ്യൂവൽ പ്രോപ്പറായിട്ട് ഇറങ്ങാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടായിരിക്കാം മൈലേജ് ചിലപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ മൈലേജ് വണ്ടി മേടിച്ചപ്പം മുതൽ ഇതുവരെയുള്ള കംപ്ലീറ്റ് ഡാറ്റ ഞാൻ ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ട്രാവലും എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു ഓരോ ദിവസവും, വണ്ടി ഓരോ ടൈം എടുക്കുമ്പോഴും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഞാൻ ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചാർട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, TVS റോണിൻ്റെ. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൈലേജിനെ പറ്റിയുള്ളത്. പിന്നെ നിങ്ങൾ ഈ വണ്ടി എടുക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷനിലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ, നിങ്ങളിപ്പോൾ 125, 150 cc ബൈക്ക് ഓടിക്കുന്ന ഒരാളാണ്, നിങ്ങൾ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ 2-2.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷത്തിന് അടുപ്പിച്ചേ മാത്രം ബഡ്ജറ്റ് ഉള്ളെങ്കിൽ ഞാൻ പറയുന്നത് TVS റോണിൻ്റെ ബേസ് വേരിയൻറ്റോ അല്ലെങ്കിൽ മിഡ് വേരിയൻറ്റോ വാങ്ങാം. ഒരു 2.15-2.20 അടുപ്പിച്ച് നിങ്ങൾക്ക് ബഡ്ജറ്റ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് വേരിയൻറ്റും അപ്പോൾ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ
നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിലായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ വേറെ ഒരു വീഡിയോയും കൂടി ഏതെങ്കിലും പർട്ടിക്കുലർ TVS റോണിനെ പറ്റിയുള്ള ഏതെങ്കിലും ടോപ്പിക്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പിന്നെ മിസ് ഫയറിങ്ങിൻ്റെ ഇഷ്യൂ ഞാൻ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് മാറിയോ ഇല്ലയോ എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. സോ സൈനിങ് ഓഫ്, ബൈ.